എന്തിനാ ഇവിടെ വന്നേ? നടക്കാൻ വയ്യായിരുന്നു, മുട്ടുവേദനയോട് നടക്കാൻ വയ്യായിരുന്നു. ആ, മുട്ടുവേദനയോട് നടക്കാൻ പറ്റാറുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പൊ കുറച്ച് കുറവുണ്ട്. കുറച്ച് കുറവുണ്ട്. എന്താണ് കുറച്ച് കുറവെന്ന് പറഞ്ഞാല്? ആ ചിരി കണ്ട, ഇതാണ് കുട്ടികളുടെ ചിരിയും പ്രായമുള്ളവരുടെ ചിരിയൊക്കെ നോക്ക്, കളങ്കമില്ലാത്ത ചിരിയാ. അത് ചിരിക്കണ കാണുമ്പോ തന്നെ നമുക്ക് സുഖം കിട്ടും. നമ്മുടെ ചിരി കാണുമ്പോ തന്നെ നമുക്കറിയാം എന്ത് പറ്റിക്കാനുള്ള ചിരിയാണ്. നമ്മളെ ചിരികള് ഉടായ്പൻ ചിരികള് കണ്ടാലറിയാം. ഒരു പടി ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരു പടി ഉണ്ടെങ്കിലും നടക്കാൻ പറ്റുള്ളൂ. നേരത്തെ തൊട്ട് നടക്കാൻ വയ്യായിരുന്നു. നേരത്തെ തൊട്ട് നടക്കാൻ പറ്റാറുള്ളൂ. 2007 തുടങ്ങിയത്. 2007 തുടങ്ങി ഒരുപാട് ആശുപത്രിയിലൊക്കെ പോയി ചെറുത് ചെയ്ത്, എന്നിട്ടൊന്നും കുറവുണ്ടായില്ല. ഇവിടെ വന്ന് പിന്നെ ഇത്രയെങ്കിലും കുറവുള്ളത്. വെരി ഗുഡ്. 2007 മുതല് ഹോസ്പിറ്റലിൽ പോണതാണ്. ആ, പല ആശുപത്രിയും തിരുവനന്തപുരം പോയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരുപാട് ആശുപത്രിയിൽ പോയി മരുന്ന് ചെയ്ത്. വെരി ഗുഡ്. ഒന്നും കുറഞ്ഞില്ല. പക്ഷെ ഇവിടെ വന്ന് വെറുതെ കണ്ണടച്ചിരുന്നപ്പോ മരുന്ന് എന്തെങ്കിലും തന്നോ നമ്മള്? ആ, മരുന്നൊന്നും കഴിക്കുന്നില്ലേ. നിങ്ങൾ എന്നോട് എന്തെങ്കിലും രോഗം പറയാൻ വേണ്ടി വന്നിരുന്നോ? ഇല്ല, രോഗമൊന്നും പറയാൻ വേണ്ടി വന്നില്ലല്ലോ. രോഗമൊന്നും പറഞ്ഞു. രോഗം പറഞ്ഞില്ല, വെറുതെ വന്ന് കണ്ണടച്ചിരുന്നുള്ളൂ. എന്നിട്ട് മാറ്റം ഉണ്ടായി. നടക്കുമ്പോ കാല് പൊക്കി വെച്ച് നടക്കാൻ പറ്റില്ല എന്നാണ് മകള് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇച്ചിരി കുറവുണ്ട്. ഇപ്പൊ പൊക്കി വെച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. നടക്കാൻ പറ്റും. വെരി ഗുഡ്. എൻ്റെ പേര് സാവിത്രി. ജോബ്? ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ASI വർക്ക് ചെയ്യുന്നു. എൻ്റെ അമ്മ ഏകദേശം ഒരു 10-12 വർഷമായിട്ട് ഇങ്ങനെ മുട്ടുവേദനയായിട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാളായിരുന്നു. അവിടെ ചികിത്സയുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ആശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലായിരുന്നു. പിന്നെ കൊട്ടാരക്കര ഒരു അരീക്കൽ ഹോസ്പിറ്റൽ, അവിടെയും പോയി. അവിടെയും കുറച്ച് നാൾ ചികിത്സിച്ചു, സുഖപ്പെട്ടു, വീട്ടിൽ വന്നു, വീണ്ടും തുടങ്ങുമായിരുന്നു. അങ്ങനെ അമ്മ വേദനയായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയപ്പോഴാണ് അവിചാരിതമായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്ന മേഴ്സി എന്ന് പറയുന്ന കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് അവർ ഞങ്ങളെ അറിയിച്ചു, ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അമ്മയൊന്ന് കൊണ്ടുവന്നു. അമ്മ മെഡിസിൻ ഒന്നും കഴിക്കാത്തയാളാണ്. അപ്പം മെഡിസിൻ കഴിച്ച അമ്മയ്ക്ക് ബുദ്ധിമുട്ട്, വേറെ അസ്വസ്ഥതകളുണ്ട്. അപ്പം മെഡിസിനൊന്നും അമ്മ ഇതുവരെയും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞെന്നാൽ അമ്മയ്ക്ക് മെഡിസിൻ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. വളരെ 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 മാറ്റം. എനിക്ക് ആരോടാ നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് ഇതുണ്ട്. സാറിനെ ഞാൻ നമസ്കരിക്കുന്നു. കാരണം അത്ര പ്രയോജനം എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു കാല് വെച്ച് ഇങ്ങനെ നേരെ നടക്കാൻ ഒക്കത്തില്ലായിരുന്നു, വലിച്ചായിരുന്നു നടത്തുകൊണ്ടിരുന്നത്. ഇപ്പം പൂർണ്ണമായിട്ട് കാല് വെച്ച് നടക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റം ഉണ്ടാവുമെന്ന് അറിഞ്ഞ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ഇന്നൊരു 10 ദിവസത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചീട്ടും കൂടെ എടുത്തിട്ടാണ് പോകുന്നത്. ഇന്ന് 15 ദിവസം പൂർത്തിയായി. ഇനി ചികിത്സ കണ്ടിന്യൂ ചെയ്തിട്ട് അമ്മയെ പൂർണ്ണ ആരോഗ്യവതാക്കി നടക്കാനാണ് എൻ്റെ ഇഷ്ടം. അത് ദൈവം സാധിച്ചു തരുമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഇതൊരു പാഠം കൂടിയാണ്. കാരണം പ്രായമായവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ നമ്മൾ പൊതുവിൽ പറയാ അത് പ്രായമായി, അത് പിന്നെ ഇനിയിപ്പോ അങ്ങനെ ഇരിക്കുള്ളൂ, പ്രായമായതല്ലേ എന്നാ വിചാരിക്കാം. പക്ഷെ പ്രായമാകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു 60 വയസ്സുണ്ട്, നമുക്ക് 55 വയസ്സുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ പ്രായമായോ എന്ന് നമ്മൾ മനസ്സിലാക്കാം. കാരണം 55 വയസ്സ് 60 വയസ്സൊന്നും വയസ്സല്ലെന്നും നമ്മൾ ചെറുപ്പത്തിലെ കഴിഞ്ഞതൊക്കെ ഇന്നലെ കഴിഞ്ഞതാണെന്നും നമുക്കറിയാം. അതേപോലെ തന്നെയാണ് പ്രായമുള്ളവർക്കും. ഈ 80 വയസ്സിൽ നിന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഇനി 20 വർഷം കിട്ടിയാലാണ് സന്തോഷമാവുക. അപ്പൊ ആ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തിൽ ജീവിക്കാൻ ഈ ചികിത്സ പറ്റും. ഇതിൽ കൂടുതലൊന്നും തെളിവൊന്നും ആവശ്യമില്ലല്ലോ. ഇതല്ലേ പ്രൂവ്ഡ് സയൻസ്.